ഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നുവെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ഭക്തിയോടെ സന്തോഷത്തോടെ ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ വരുമ്പോഴാണ് ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിങ്ങളുടെ കഴിവിനേക്കാൾ അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ വിചാരിക്കും എത്ര പ്രാർത്ഥിച്ചാലും കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല. എന്താ അങ്ങനെ ചിന്തിച്ചു പോണത്? മനസ്സിടിഞ്ഞു പോകും. എന്താ? അവർക്കറിയാം അവരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ സ്വാധീനം അവരുടെ കഴിവിൻ്റെ അപ്പുറത്താണ്. ചില പറയും ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും എൻ്റെ കാര്യത്തിന് അത്രയും കുഴപ്പത്തിലായി പോയാച്ചാന്ന് പറയും. എന്താ കാര്യം? 3 കോടി രൂപ കടമുണ്ട്. എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും 1.5 കോടിയെ കിട്ടത്തുള്ളൂ. അത് വിൽക്കാനാണെങ്കിൽ ആൾക്കാരിട്ട് വരണമില്ല. ഞാൻ കടത്തിലായത് കാരണം വരുന്നവർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ്, വില കുറച്ച് പറയുകയാണെന്ന്. ഇനിയിപ്പോൾ അത് വിറ്റാൽ തന്നെ ബാക്കിയുള്ള കാശ് ഞാൻ എവിടെ പോകും? മരിക്കാൻ പേടിയായതുകൊണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. അപ്പം ചില സമയത്ത് ഇതുതന്നെയാണ് മക്കളില്ലാത്ത അമ്മമാർക്കും ഒക്കെ മനസ്സിൽ വിചാരിക്കണത്. കാര്യം അവർക്കറിയാം അവരുടെ ഭർത്താവിനെ കൗണ്ടില്ല, അവർക്കറിയാം അവരുടെ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇതിന് ഇങ്ങനെ മരുന്നുകൾ മാറി 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 കഴിച്ച് അവസാനം ആ ഫയൽ അവർ ക്ലോസ് ചെയ്യും. അവർ ഫയൽ ക്ലോസ് ചെയ്യും. ഇനി ഒരിടത്തും പോയി പ്രാർത്ഥിക്കേണ്ട കാര്യം, വെറുതെ എന്തിനാ കാശ് കളയണത്? അങ്ങനെ വെറുതെ എന്തിനാ കാശ് കളയണം? അപ്പം അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർ കൃപാസനത്തിൻ്റെ ഒരു പത്രം കിട്ടണത്. അപ്പം അങ്ങനൊരു കേസാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതായത് 16 വർഷമായിട്ട് സാക്ഷ്യം പറഞ്ഞത്. 16 വർഷമായിട്ട് മക്കളില്ല. നിങ്ങൾക്കറിയാമല്ലോ, അത് ഇതുപോലെ തന്നെ കേസാണ്. അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ബീജത്തിന് മൈലേജ് ഇല്ല, അതായത് മൊബിലിറ്റി ഇല്ല, ഓട്ടമില്ല. അപ്പോൾ ഇനി അതിന്മേൽ ഒന്നും ചെയ്യാനില്ല. IVF ഒക്കെ അവർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോഴേ അവരുടെ വിശ്വാസം പോയി. 6 കൊല്ലമായിട്ട് അവർ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാറില്ല. ഈ മരിക്കണവരെ എങ്ങനെയും ജീവിക്കാൻ പറ്റും, കെട്ടിപ്പോയില്ല, ഇനി വേറെ ആളെ കെട്ടിയിട്ടും കാര്യമില്ല. അവരുടെ അവസ്ഥ ഇതാണല്ലോ. അപ്പം ഇങ്ങനെ ഉള്ള പലത് വിചാരിച്ച് മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണ്. ഈ മനസ്സ് ഇടിഞ്ഞാലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളെൻ്റെ മനസ്സിടിയാണ് എന്ന് വിചാരിച്ചോ,
അവരുടെ ജീവിത സാഹചര്യം, ഭൗതിക സാഹചര്യം കൊണ്ട് അവിടെ മനസ്സിടിഞ്ഞ്. പക്ഷേ മനസ്സിടിയാത്ത ആൾക്കാരെ എപ്പോഴും ദൈവം, ഇപ്പോൾ ഒരു മരിച്ച വീട്ടിൽ നമ്മൾ ചെല്ലുന്ന അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ആരാ? മരിച്ചാളിൻ്റെ ഭർത്താവും ഭാര്യയൊക്കെയാണ്? അല്ല, അവരുടെ ബന്ധവും സ്വന്തമുള്ള ആൾക്കാരാണ്. കാര്യം മറ്റവർ മരിച്ചവരുടെ അടുത്തുള്ള ആൾക്കാർ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് കൈയും കാലും പൊങ്ങാതെ ഇരുന്ന് പോണ്. അപ്പോൾ ബാക്കി ഇത്തിരി അകന്ന ബന്ധുക്കൾ അവരാണ് തക്ക സമയത്ത് ഉപകരിക്കണത്. ശരിയല്ലേ? അടുത്ത ബന്ധു, മരിച്ചാൻ്റെ അടുത്ത ബന്ധു ഭാര്യയോ ഭർത്താവാണ്. അവർ ഈ വലിയ ഷോക്കിൽ കൈകാലം മരവിച്ചിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീക്കണത് ആരായിരിക്കും? അകന്ന ബന്ധുക്കളായിരിക്കും. പ്രാർത്ഥനയിലും അകന്ന ബന്ധുക്കൾ വളരെ പ്രാധാന്യമായ ഒരു ഘടകമാണ്. ഇപ്പോൾ ഈ 16 വയസ്സുകാരത്തി ആരാണെന്ന് വെച്ചാൽ, അതായത് അകന്ന ബന്ധുവല്ല, അമ്മയാണ്. അമ്മ മകളുടെ കെട്ടിച്ച വീട്ടിൽ പോയി ഉടമ്പടി വന്ന് ചെയ്തതിന് ശേഷം ഉടമ്പടി തൈലം കൊണ്ടുപോയി അവളുടെ വീട്ടിൽ പോയി മകളെ കണ്ട് അവളുടെ വയറിൽ ഉടമ്പടി തൈലം കൊണ്ട് ഒരു കുരിശ് വരച്ച വിഷയമാണ്. അപ്പം അവൾ ഈ കുരിശ് വരക്കുമ്പോഴൊക്കെ അവൾക്ക് ഫെയ്ത്തില്ല. കാര്യം എന്താ? അവൾ ഈ വിഷയം ചെയ്ത്, ചില ആൾക്കാർ പറയുന്നില്ല, ലോകത്തിലുള്ള സകലമാന പുണ്യാളന്മാരെയും വിളിച്ചെന്നൊക്കെ പറയല്ലേ, അതുപോലെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. ഈ വിശ്വാസ ജീവിതത്തിൽ ഈ ക്ലോസിങ് എന്ന സംഭവമില്ല. അതിൻ്റെ അകത്ത് തുറവി മാത്രമേ ഉള്ളൂ. പക്ഷെ താക്കോലുള്ളവും വരണം. ബൈബിൾ അവസാനിക്കുന്നത് അങ്ങനെയാണ്: മുദ്ര പൊട്ടിക്കാൻ അധികാരമുള്ളവൻ, അതുപോലെ തന്നെ വാതിൽ തുറക്കാൻ താക്കോലുള്ളവൻ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അടഞ്ഞുപോയ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കാൻ താക്കോല് ആരുടെയോ കയ്യിലുണ്ട്. ഇപ്പം ഈ കേസിൽ എന്താ സംഭവിച്ചത്? അവർ പഠനം നിർത്തി, പ്രാർത്ഥന നിർത്തി വെച്ചിട്ട് അവസാനം അമ്മ പോയി മകളുടെ വയറെ കൊണ്ട് കുരിശിട്ട് ആ ആഴ്ചയിൽ അവൾ പ്രഗ്നൻ്റായി. ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ സാക്ഷ്യം പറഞ്ഞത്. ഷാലുമിന് വരണ സാക്ഷ്യം അതാണ്. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ സാധ്യതയും പരീക്ഷിച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. നമുക്കറിയാമല്ലോ, കൃപാസനത്തിൻ്റെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ഉടമ്പടി പേടകത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിക്ഷേപിക്കുന്നത്. ആ ഉടമ്പടി പേടകം പുതിയ നിയമത്തിലെ ഉടമ്പടി പേടകം പരിശുദ്ധ അമ്മയാണെന്ന് പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, ഉടമ്പടി പുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിൽ ഉടമ്പടി പേടകത്തിൽ 3 കാര്യമുണ്ടായിരുന്നു. എന്താണെന്ന്? അഹറോൻ്റെ ഉണക്കവടി. അതെന്താ കാര്യം? മോസസിൻ്റെ ജീവിത പങ്കാളിയും മറ്റുള്ളവരും അഹ്റോന് കൊടുത്ത അധികാരത്തെക്കുറിച്ച് പാളയത്തിൽ പടയുണ്ടാക്കി. കാര്യം ഞങ്ങൾക്കും പ്രവചിക്കാനും ദൈവം വരങ്ങൾ തന്നിട്ടുണ്ട്, അഹ്റോന് മാത്രമല്ല എന്ന് പറയും. അപ്പോൾ ഈ പാരവെപ്പും സൂചിവെപ്പും പാളയത്തിൽ പടയൊക്കെ പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. മോസസ് പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. മോസസ് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെ പോലെ കാലം സൗമ്യനായൊരു മനുഷ്യനാണ്. അതേ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, എന്തിനാണ് നമ്മുടെ പേര് വാക്കുവാദം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഓരോരുത്തർ ലെവയ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ, അല്ലെ ഇസ്രായേലിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ വന്ന് ഓരോ വടിവെട്ടി, ഉണക്ക വടിവെട്ടി നിങ്ങളെ കൂടാരത്തിൽ വെക്ക്. ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കട്ടെ, രാവിലെ കൂടാരം തുറന്ന് നമുക്ക് നോക്കാം ആരുടെ വടിയാണ് തളർത്തിരിക്കണത്, അവരെയാണ് ദൈവം ഏൽപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ കൂടാരം തുറന്ന് എല്ലാവരും ഉണക്ക വടി വെട്ടിക്കൊണ്ടെന്ന് വെച്ചു. മോസസ് കൂടാരം തുറന്ന് നോക്കിയപ്പോൾ അഹ്റോൻ്റെ ഉണക്ക വടി, വരണ്ട വടി തളർത്തിരുന്ന്. ഇത് ബൈബിൾ ആദ്യകാലം പോലെ ഉണ്ടാകുന്നൊരു വിഷയമാണ്. വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ, വെള്ളമില്ല, വരണ്ട് ജനങ്ങൾ അവരെന്നെ തല്ലാനും കൊല്ലാനും വരുന്നു, പട്ടിണിയായിപ്പോയെന്ന് പറഞ്ഞപ്പോൾ വാട്ട്സ് ഇൻ യുവർ ഹാൻഡ്, ദൈവം നിൻ്റെ കൈയിരിക്കണേ എന്താണ്? അതൊരു വടിയാണ്, അടിക്കാൻ പറഞ്ഞേ പാറയിലെ. അപ്പോൾ വരണ്ട പാറയിൽ നിന്ന് വെള്ളം പൊട്ടി വന്നു, ഉണക്ക വടി തളർത്ത് വന്നു. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കണതാണ്.
ഒരു മിറക്കിൾ സംഭവിക്കേണ്ട ഒരു മുനമ്പിലാണ് നീ എൻ്റെ ജീവിതം വന്ന് നിൽക്കണത്. അത്രയേ ഉള്ളൂ എൻ്റെ അത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല 3 കോടി കടമുണ്ട്, ഫാക്ടറി വിറ്റാൽ 1 കോടി കിട്ടത്തുള്ളൂ, ബാക്കി എവിടെ പോകുമെന്ന് എനിക്ക് അന്തവുമില്ലെന്നറിയില്ലേ? അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ഒരു മിറക്കിൾ സംഭവിക്കാതെ, ദൈവം നേരിട്ട് ഇടപെടാതെ നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. അപ്പോൾ നിനക്കത് വ്യക്തമായില്ലേ? അതായത് ദൈവം നേരിട്ട് ഇടപെടാതെ നിനക്ക് അത് നിൻ്റെ കഴിവുകേടാണ്, അല്ലെങ്കിൽ ഇനി മറ്റു മാർഗമൊന്നുമില്ല എന്നല്ല. നമ്മളുടെ കൈയും കാലം തളരുകയും നമുക്കൊരു വഴി കാണാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 14:6. എന്താ അർത്ഥം? ഞാനാകുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 14:6. എന്താ ഏറ്റു പറഞ്ഞ്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അപ്പോൾ നമ്മുടെ വഴി മുട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് തരണം. ഇതിനാണ് ഈ അരമണിക്കൂർ വചനം വായിക്കാൻ പറയണത്. ഉടമ്പടിയിലില്ലേ അരമണിക്കൂർ വചനം വായിക്കാൻ? അരമണിക്കൂർ വചനം വായിക്കാൻ പറയുന്നത് അരമണിക്കൂർ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ വായിച്ചു പോരുകയല്ല. ഞാൻ പറയാം അരമണിക്കൂർ കൊണ്ട് 5 വചനം വായിച്ചാലും മതിയെന്ന് പറയും. എന്താ കാര്യം? അരമണിക്കൂർ കൊണ്ട് 5 വചനം എന്ന് വെച്ചാൽ ഒരു വചനം ഒരു 50 പ്രാവശ്യം നമ്മൾ വായിക്കും. അപ്പോൾ ആ വചനം 5 നമ്മൾ ഓർത്തിരിക്കും. വചനം ഓർത്തിരിക്കണം. അല്ലാതെ നിങ്ങൾ പേപ്പർ വായിക്കണ പോലെ ഒരു കോളം വായിച്ച് അടുത്ത കോളം വായിച്ച് പോരുത്. വചനം വായിക്കുമ്പോൾ വചനം പ്രയോജനപ്പെടണം. വചനം വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വചനം പ്രയോജനപ്പെടണം. വചനം വായിക്കണത് എന്തിനാ? വചനം പ്രയോജനപ്പെടാനാണ്. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ട്രെയിൻ പോലെ അങ്ങനെ വായിച്ചു പോകരുത്, മറിച്ച് ശാന്തമായിട്ട് വായിക്കണം. എന്തിനാണ്? അത് ഹെബ്രായർ 4:2. അവർ കേട്ട വചനം പറഞ്ഞ് അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല. അപ്പോൾ വചനം എന്തിനുള്ളതാണ്? പ്രയോജനപ്പെടാനുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വണം പോലെ വായിച്ചു പോയാൽ അത് പ്രയോജനപ്പെടത്തില്ല. ഓരോ വചനവും വളരെ ശാന്തമായിട്ട് വചനം അങ്ങനെ വചനം പഠിച്ചു വരുമ്പോൾ എന്ത് വരും അറിയുക? വചനം ഓർപ്പിച്ചു തരും. ആര്? പരിശുദ്ധാത്മാവ്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ ഓർപ്പിച്ച് തരാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എങ്ങനെ ഓർപ്പിച്ച് തരും? ഇപ്പം 14:26 യോഹന്നാൻ്റെ സുവിശേഷം പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അനുസ്മരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൈ വേണ്ടേ? അപ്പം നമ്മുടെ സ്മൃതിയിലെങ്കിലും അത് ഉണ്ടാവണം. അതുകൊണ്ടാണ് അരമണിക്കൂർ കൊണ്ട് 5 വചനം വായിച്ചാൽ മതിയെന്ന് പറയണത്. അരമണിക്കൂർ കൊണ്ട് 5 വചനം വായിച്ചത് തന്നെ 3, 15, 150 വചനങ്ങൾ ഒരു മാസം വായിക്കും. ഒരു മാസം 150 വചനമാണെങ്കിൽ 3 മാസത്തെ ഒന്നാം ഘട്ട ഉടമ്പടി കഴിയുമ്പോൾ 15, 3, 45, 450 വചനങ്ങൾ. 450 വചനങ്ങൾ നമ്മുടെ മനസ്സിലാകും. ഈ 450 വചനങ്ങൾ കഴിയുമ്പോഴാണ് അച്ഛനെ കാണേണ്ട സമയമാകണത്. അപ്പം അച്ഛൻ അങ്ങോട്ട് ചോദിക്കും, ഒരു സുവിശേഷം പറയും. ഉടനെ പറയും പ്രഭാഷകനെന്ന് പറയും. അപ്പം തന്നെ കട്ടയപ്പടെ മടക്കും. ഗെറ്റ് ഔട്ട് അടിക്കത്തില്ല. കാര്യം എൻ്റെ മൂടി ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരത് ബാധിക്കുന്ന കണ്ട് ക്ഷമിക്കും. അല്ലെങ്കിൽ ഇവരോട് ക്ഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവർ വചനം തുറന്നു നോക്കാതെ ഉടമ്പടി പാലിക്കാതെ വന്നിരിക്കുക. കാരണം 450 വചനം ഇവർ കാണാൻ പിടിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇന്ന് ഈ വിഷയം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ വചനം ഹെബ്രായർ 4:2 അനുസരിച്ച് പ്രയോജനപ്പെടാതെ അതിൽ വിശ്വസിക്കാൻ വചനം എന്നെ പ്രതിഷ്ഠമാക്കി തരണമേ. നമുക്ക് വചനത്തിനോട് ഒരു സ്നേഹം ഉണ്ടാകണം. അപ്പം വചനത്തോട് നമ്മളൊരു സ്നേഹം ഉണ്ടാകും. ഇപ്പം നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ രക്തബന്ധത്തിന് വലിയ പ്രാധാന്യമില്ല, വിശ്വാസ ബന്ധത്തിനാണ് പ്രാധാന്യം. പറഞ്ഞ മനസ്സിലായ?
ദൈവത്തിൻ്റെ അടുത്ത് അടുക്കുമ്പോൾ എന്തിനാണ് രക്തബന്ധത്തിന് പ്രാധാന്യമില്ല. രക്തബന്ധത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ സെബദീപുത്രന്മാരുടെ അമ്മയില്ലേ സലോമി, സെബദീപുത്രന്മാരുടെ അമ്മയെന്ന് പറഞ്ഞത് ആരാണ്? സെബദിയുടെ ഭാര്യ. ആരാണ്? സലോമിയാണ്. സലോമിയുടെ മകനാണ് യാക്കോബ്, ചെറിയ യാക്കോബ്. അപ്പോഴേ യാക്കോബ് ശ്ലീഹ ശരിക്കും പറഞ്ഞാൽ പത്രോസിനെ പോലെ അധികാരത്തിൽ വരേണ്ട ആളാണ്. രക്തബന്ധത്തിനാണ് കർത്താവ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ യാക്കോബ് ശ്ലീഹായെ യോഹന്നാനെ ആയിരിക്കും അപ്പോൾ പ്രഥമ സ്ഥാനത്തേക്ക് വരേണ്ടത്. നിങ്ങൾ ഈ കളി മനസ്സിലാക്കണം. യാക്കോബ് ശ്ലീഹ പാരമ്പര്യം പറയണത് യോഹന്നാൻ ഈശോനെ പോലെ തന്നെ ഇരുന്നെന്നാണ് പറയണത്. മിടുക്കിന് വേണമെന്ന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പക്ഷേ കർത്താവുമായിട്ട് രക്തബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരാരെങ്കിലും ആ രക്തബന്ധത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ യാക്കോബ് അല്ലെങ്കിൽ യോഹന്നാൻ പ്രധാന പുരോഹിതൻ, പ്രധാന അപ്പോസ്തലനായിട്ട് വരണം. പക്ഷെ ഒരു ബന്ധവുമില്ലാത്ത, നാട്ടുകാരനല്ലാത്ത ഒരാളാണ് കർത്താവ് എടുത്തത്. ആരെടുത്തത്? പത്രോസിനെ. അതെന്താണെന്ന് എല്ലാവരും അറിയണം. പത്രോസിനോട് കർത്താവ് ചോദിച്ചത് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. എന്താണ്? ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? വേറെ ചോദ്യമില്ല. അപ്പോൾ പത്രോസ് ഉടനെ എന്ത് പറഞ്ഞു? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ 16:26 മത്തായിയുടെ ശ്രീകായുടെ സുവിശേഷത്തിൽ 16:26 16 മുതൽ നമ്മളത് വായിച്ചു പോകും. അപ്പോഴെന്താണ് പിതാവ് പറയണത്? അപ്പോൾ എന്ത് ഈശോ പറഞ്ഞത്? ശിമയോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് പറയും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഈശോ ആരാണെന്ന് പത്രോസിന് വെളിപ്പെടുത്തിയത് പിതാവാണെങ്കിൽ പിതാവ് വെളിപ്പെടുത്താനുണ്ടായ കാരണം എന്താണെന്ന് നമ്മൾ അറിയണം. കാര്യമേ, ഇനി നിങ്ങൾ കുറച്ച് വചനങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥന പഠിച്ചോ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവ് 5:5 പറഞ്ഞത്, ലൂക്ക 5:5 എന്താ? ആഴങ്ങളിലേക്ക് നീക്കി ബലിയിറക്കുക. ആഴങ്ങളിലേക്ക് നീക്കുമ്പോൾ എന്ത് പറ്റും? വലിയ മത്സ്യങ്ങളാണ് ആഴങ്ങളിലുള്ളത്. ആധ്യാത്മിക ആഴങ്ങൾ അന്വേഷിച്ചിട്ട് ദൈവത്തിൻ്റെ ഫേവേഴ്സ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന അനുഗ്രഹങ്ങളല്ല, മറിച്ച് വലിയ മീനാകുന്ന ആത്മാവിൻ്റെ ശക്തിയാകുന്ന കൃപ ആർജിക്കണം. അത് ദൈവത്തെ അറിയുന്നതനുസരിച്ചാണ് വരണത്. നമ്മൾ ഈ വചനം എല്ലാ മാസവും വന്ന് കേൾക്കാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? എല്ലാ മാസവും ഒരു പ്രാവശ്യം വന്നിട്ട് വചനം കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പറയണത്? വചനം കേൾക്കണത് എന്തിനാണ്? അങ്ങനെ ദൈവ വചനം കേട്ട് കഴിയുമ്പോൾ കർത്താവിനെ നമുക്ക് അറിയാൻ പറ്റും, ഇല്ലേ? ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വചനം കേൾക്കണത് എന്തിനാ? ദൈവത്തെ അറിയാനാണ്. ദൈവത്തെ അറിഞ്ഞാൽ ആ അറിവ് എവിടം വരെ പോകും? യോഹന്നാൻ 17:3 എന്താ പറയണത്? ഏക സത്യദൈവമായ നിന്നെയും പറഞ്ഞേ, നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അറിവിലാണ് ഇരിക്കുന്നത്. വചനം എന്തിനാ കേൾക്കണത്? അറിയാൻ വേണ്ടിയാണ്. അറിയുന്ന അനുസരിച്ച് നിത്യജീവൻ വരെ ഈ അറിവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുമാത്രം ഈശോയെക്കുറിച്ച് അറിവ് ആഴപ്പെടുന്നുവോ അതിന് ആനുപാതികമായിട്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. എന്തുമാത്രം ഈശോയെക്കുറിച്ച് അറിവ് ആഴപ്പെടുന്നുവോ അതിന് ആനുപാതികമായിട്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വസിച്ച് അങ്ങയെ അറിയാൻ അറിഞ്ഞ് അനുഭവം പ്രാപിക്കാൻ എന്നെ സഹായിക്കണം. അപ്പൊ അറിവ് നമുക്ക് എന്താ തരണത്? അനുഭവം തരും. അറിവിൻ്റെ ഉദ്ദേശം എന്താ? അനുഭവമാണ്. ഈ അനുഭവം നമുക്ക് ലഭിക്കണത് ഈശോയിൽ എന്തെല്ലാം ഉണ്ട്,
ഈശോയിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും. ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് അറിയുന്ന അനുസരിച്ചാണ് നമ്മൾക്ക് അനുഭവം വർദ്ധിക്കുന്നത്. അതെപ്പോഴും ഓർക്കണം എൻ്റെ മക്കൾ. കർത്താവിനെക്കുറിച്ച് ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു സംഭവം നിങ്ങളുടെ കഴിവ് കൊണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ്, ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞു അല്ലേ, അവിടെ സാക്ഷ്യം കേട്ടില്ലേ? ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായ ആ മകൻ ക്യാൻസർ ആണെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ അമ്മയും അപ്പനും കൂടി അവനെ കൃപാസനത്തിൽ കൊണ്ടുവന്നു അല്ലേ. ഞാൻ ആ സാക്ഷ്യം കേൾക്കുകയായിരുന്നു, ഞാനതൊക്കെ മറന്നുപോയി. അപ്പോൾ അവർ അച്ഛനെ കണ്ട്, എന്നാൽ അച്ഛൻ എന്താ ചെയ്തത്? നിൻ്റെ പേരിങ്ങോട്ട് കുറിച്ചതാ, ഞാൻ അമ്മയ്ക്ക് കൊടുത്തേക്കട്ടെ എന്ന് പറഞ്ഞു. നീ വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു. നിങ്ങൾ ആ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ പറഞ്ഞത്, നിൻ്റെ പേരിങ്ങ് കുറിച്ചതാ, ഞാനത് അമ്മയ്ക്ക് കൊടുക്കട്ടെ, എന്നിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരറിവുണ്ട്. ഒരറിവ് എന്താ? ഞാൻ കഴിഞ്ഞ 57 കൊല്ലമായിട്ട് അറിഞ്ഞൊരറിവുണ്ട്. അത് പഠിച്ചും വായിച്ചും അനുഭവിച്ചും പ്രാർത്ഥിച്ചും അറിഞ്ഞൊരറിവുണ്ട്. ഈ അറിവ് എന്നോട് എപ്പോഴും പറയും, അമ്മ അവസാന കൈക്ക് ഒരു ഒപ്പിട്ട ജീവൻ തിരിച്ചു തരുമെന്ന് പറയും. വീഞ്ഞ് മാത്രമല്ല നിൻ്റെ ലൈഫ് പോയിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ICU എന്നൊക്കെ ആൾക്കാർ എഴുന്നേറ്റ് വരുന്നത്? ICU എഴുന്നേറ്റ് വന്ന് എത്ര സാക്ഷ്യങ്ങൾ ഇപ്പം ഇന്ന് കേട്ടപ്പോൾ നമ്മൾ, അത് ഡെഡ് ബോഡിയായിട്ട് പോയ സംഭവമല്ലേ. എന്നിട്ട് അവർ നെഞ്ചത്ത് കൃപാസനം പത്രം വെച്ച് നെക്കിക്കൊണ്ട് ആംബുലൻസ് ഒരു ആശുപത്രിയിൽ നിന്ന് അടുത്ത ആശുപത്രി, നാലാമത്തെ ആശുപത്രി പോയെന്നില്ലേ? ആ സമയം എല്ലാം ഈ പത്രം വെച്ച് നെക്കി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ആശുപത്രി ഇപ്പോൾ അടുത്ത ആശുപത്രി വെച്ച് എത്രയോ 10,000 ആൾക്കാർ മരിക്കുന്നു ഇല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മരിക്കണോ? ഒരു ആശുപത്രിയിൽ നിന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ലാഗ് ചെയ്ത് ജീവൻ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതായത് അമ്മ വിചാരിച്ചാൽ, അമ്മ ഈശോനോട് പറയുമ്പോൾ ഉള്ള പ്രശ്നം അറിയാമല്ലോ. നമ്മുടെ കഴിഞ്ഞകാല ഫയലുകൾ നോക്കാതെ അമ്മ ചെയ്യത്തുള്ളൂ. അമ്മയുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുമ്പും പുറകും നോക്കത്തില്ല. അമ്മ ഒരു വിഷയത്തെ, അതായത് നമുക്ക് അമ്മ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ നിൻ്റെ കഴിഞ്ഞകാല ചരിത്രമോ നിൻ്റെ പാപാവസ്ഥയോ നിൻ്റെ മുമ്പും പിറകും പരിസരങ്ങളോ ഒന്നും നോക്കത്തില്ല. കാനായിലെ കല്യാണത്തിൽ അമ്മ ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഈശോ പറഞ്ഞ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് സാക്ഷാക്കാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല. കാര്യം പിതാവിൻ്റെ മനസ്സിലുള്ള സമയം ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ ദൈവതിരുസന്നിധി സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടെന്നല്ലേ വെളിപ്പെടുത്തുന്നത്. യു മസ്റ്റ് ലിസൺ. മനസ്സിലായില്ലേ? അനുഗ്രഹങ്ങളാണെങ്കിലും അത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഏതായാലും വെള്ളം വീഞ്ഞാക്കുന്നതിലോ വീഞ്ഞാക്കി കല്യാണത്തിൽ കൊടുക്കുന്നതിലോ ഉണ്ടായ സാങ്കേതിക തടസ്സം എന്താണ്? അത് ഫണ്ടമെൻ്റലായിട്ടുള്ള തടസ്സമാണ്. കാര്യം ഈശോ ആക്ട് ചെയ്യാൻ പറ്റിയ പിതാവിൻ്റെ മനസ്സിലെ സമയം ഇപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടില്ല. ആ സമയത്തെക്കുറിച്ച് പോലും അറിയാൻ പാടില്ല. അതെപ്പോഴാണെന്ന് പോലും അറിയാൻ പാടില്ല. നമുക്ക് സമയം ഇപ്പോൾ കൃപാസനത്തിൽ മറ്റന്നാൾ പ്രാർത്ഥനയുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നാലാം ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, ഉണ്ടെന്ന കാര്യം അറിയാം. ഇത് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആ സമയം എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല. ഞാനോട് ദൈവമേ, ഒരുപക്ഷെ ബൈബിളിലെ ഏറ്റവും സങ്കീർണമായൊരു വിഷയമാണ്. ബൈബിളിലെ ഏറ്റവും സങ്കീർണമായൊരു വിഷയം നടപ്പിൽ വരുത്തുന്നതിന് എല്ലാ വശവും അടഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണത്. കാര്യം പിതാവിൻ്റെ മനസ്സിൽ ഈശോ ദൈവരാജ്യത്തിൻ്റെ അടയാളം കാണിക്കുന്ന സമയം ഇപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടില്ല. ആ സമയത്താണ് അമ്മ ആ വിഷയത്തിൽ ഇടപെടുന്നത്. ദൈവവേദനേ, നിന്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എത്ര കടമ്പകൾ കടക്കേണ്ടി വരുന്ന വിഷയമാണെങ്കിലും നിന്റെ അമ്മ ഒരു പ്രാവശ്യം അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം അത് മാറ്റിവെക്കത്തില്ല. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഭൂമുഖത്ത് ഇന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സുവിശേഷ വിഹിതമായ ശക്തമായൊരു പ്രാർത്ഥനയാണ്.
കോംപ്രമൈസ് ഇല്ലാത്ത പ്രാർത്ഥന. നിങ്ങളുടെ ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിക്കുമ്പോൾ എനിക്ക് വിസ്മയമാണ്. കാരണം അച്ഛനെ കാണുന്ന വിഷയം പോലും അമ്മ ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം അടയാളം കിട്ടിയിട്ട് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങളെ പഴയ ഉടമ്പടിയുടെ പേപ്പർ നോക്കിയാൽ മതി. ആദ്യം അടയാളം കിട്ടിക്കഴിയുമ്പോൾ അച്ഛനെ കാണുകയെന്ന്. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം സാക്ഷ്യം പറയാത്ത ആൾക്കാരാണ് ഈ ഡിജിറ്റലിൽ കണക്കെടുക്കണത്. അതുകൊണ്ട് ഇനി അപ്പോൾ അടുത്ത മാസം വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞവരെ മാത്രം കാണുന്ന വിഷയം വരും, അവർക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വിഷയം വരും. കാര്യം സാക്ഷ്യം പറയാത്തതിനെ കുറിച്ച് കൃപാസനത്തിന് സംശയം വരും. എന്താ കാര്യം? ഉടമ്പടിയിൽ കാലതാമസം വരുത്തേണ്ട കാര്യമില്ല. അത് കാലതാമസം വരുത്താത്ത പ്രാർത്ഥനയാണ്. അത് ജീവൻ്റെ മേൽ പോലും അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ ദൈവം ജീവൻ തിരിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. അതാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. അത് എന്ന് പറയണത് 16 കൊല്ലമായി മക്കളില്ല എന്നുണ്ടെങ്കിലും 10 കൊല്ലത്തിന് മുമ്പ് എല്ലാ ചികിത്സ അവസാനിപ്പിച്ചാലും 10ാമത്തെ കൊല്ലം 16ാമത്തെ കൊല്ലം ഉടമ്പടി ചെയ്യുമ്പോൾ ആരാണ് ഉടമ്പടി ചെയ്യണത്? അവിടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ദൈവം ഇല്ലായ്മയിൽ നിന്ന് ബൈബിളിൽ കാലത്തെന്നതുപോലെ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. കൈ അടിച്ചു കിടത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ നന്ദി പറയുന്ന കർത്താവേ, അഭിഷേകം നിറയുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വ കർത്താവേ. ഉടമ്പടിയിൽ ഓരോ നിയോഗങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നുവെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന.